എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചമാങ്ങ വെച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മാങ്ങക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടി 2 പച്ചമാങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള 2 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 കൊച്ചുള്ളി കട്ട് ചെയ്തതും അതുപോലെ 3 എരിവുള്ള പച്ചമുളക് നടുക്കൂടെ പൊളർന്നെടുത്തതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതിനൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് മാങ്ങ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. മാങ്ങ പുളിയുള്ളതാണെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടുക കേട്ടോ, അല്ലെങ്കിൽ കറിക്ക് നല്ല പുളിയായിരിക്കും. 4 കൊച്ചുള്ളിയും 2 ചെറിയ വെളുത്തുള്ളിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതിയേ. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഇതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. മാങ്ങയിലെ വെള്ളമെല്ലാം വറ്റി മാങ്ങ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങയൊന്ന് ഉടച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അരപ്പൊന്ന് വേവത്തക്ക രീതിയിൽ നമുക്ക് ഈ അരപ്പിനെ ഒന്ന് വേവിച്ചെടുക്കാം. കറിയിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രമാത്രം ലൂസ് വേണോ കറിക്ക് അതനുസരിച്ച് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. നല്ലതായിട്ട് മുകളിൽ കൂടെ ഒരു ആവി വരുന്ന ആ ഒരു സമയമാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ലൂസിലാണ് കറി ലൂസാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിരുമ്പോൾ 5-6 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തീ ഈ സമയത്ത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കണേ. ഈ സമയം ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് ഈ കടുക് പൊട്ടിച്ചത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെയാണ് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അന്നേരം കറി ഇളക്കരുത്. ഇത് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി ഇളക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ ഇതിലോട്ട് ഇറങ്ങി വരും. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറി കണ്ട് കുറേയും കൂടെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പച്ചമാങ്ങ കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ കറി വെച്ച് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.